14th question. What do you want Ozzy's baby to call you? ഷോ, എനിക്ക് എന്നെ കുഞ്ഞമ്മാന്നോ ചിറ്റാന്നൊക്കെ വിളിച്ചാണല്ലോ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഹായ് ഗൈസ്, ഇപ്പം നിങ്ങൾ ആലോചിക്കും എത്രയോ ദിവസം മുമ്പുള്ളൊരു വിഷയത്തെ കുറിച്ചിട്ട് ഞാൻ എന്താ ഇപ്പം പറയുന്നതെന്ന്. സത്യസന്ധമായി പറഞ്ഞാൽ 10 ദിവസം മുമ്പ് ഉണ്ടായിരുന്ന ഒരു വിഷയമാണ്. ഒരു 3-4 ദിവസം മുമ്പ് വരെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ സംസാരിച്ച് കഴിഞ്ഞു. ഞാൻ ലേറ്റായി എന്ന് വെച്ചാൽ കാരണം എനിക്ക് ഈ വിഷയം അറിയില്ലായിരുന്നു. ഞാൻ വേറെ എന്തൊക്കെയൊക്കെയോ ന്യൂസിൻ്റെ പുറകെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം ഞാൻ കണ്ടില്ല. ആൻഡ് ഹൗ ഐ നോട്ടീസ്ഡ് നൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ റീസെൻ്റ്ലി ആണ് നമ്മളുടെ OC അല്ലെങ്കിൽ ദിയ കൃഷ്ണയുടെ മോം ടു ബി പ്രോഗ്രാം കഴിഞ്ഞത്. അതിൽ ഇവരുടെ ഔട്ട്ഫിറ്റ്സ് കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഈ 4 ആളുടെ വീഡിയോസ് കാണുന്നത് മെയിനായിട്ട് ഓരോ പ്രോഗ്രാമിനും അവരുടെ ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ അവർ സ്റ്റൈൽ ചെയ്യുന്ന രീതിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് 3 ആളുടെ ഗൗണും ഉണ്ടായിരുന്നു. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ലുക്ക് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഹൻസിക കൃഷ്ണയാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ലുക്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇഷാനിയാണ്. അപ്പോൾ ഇഷാനീൻ്റെ ഒരു കളറും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇഷാനീൻ്റെ വീഡിയോ കാണുകയാണ്. അപ്പോൾ വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഐ വാസ് ലുക്കിംഗ് ത്രൂ ദി കമൻറ്റ് എന്ന് വെച്ചാൽ വെറുതെ ഒരു എന്തൊക്കെയാണ് ആൾക്കാർ പറയുന്നതെന്നറിയാൻ വേണ്ടി കമൻറ്റ് ഇങ്ങനെ നോക്കുക. കമൻറ്റ് നോക്കിയ സമയത്താണ് ഐ നോട്ടീസ്ഡ് ഞാൻ ഒരുപാട് ഫണ്ണി കമൻറ്റ്സ് ഞാൻ അതിൽ കണ്ടു. ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടു. എനിക്ക് ഫസ്റ്റ് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അത് ഞാൻ കമൻറ്റ് ഇതവിടെ കൊടുക്കുകയും ചെയ്യാം, വായിക്കുകയും ചെയ്യാം. ദിയുടെ കൊച്ചു കുഞ്ഞമ്മ എന്ന് വിളിച്ചില്ലെങ്കിലും നാട്ടുകാർ വിളിച്ചോളും. OC's child, കുഞ്ഞമ്മ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഇഷാനി കുഞ്ഞമ്മ. കമൻറ്റ് വായിച്ച് ചിരിച്ചൊരു വഴിയായി കുഞ്ഞമ്മ ടു ബി എന്ന് കാണുന്നില്ലല്ലോ. കേരളത്തിൻ്റെ കുഞ്ഞമ്മ. ഇഷാനി കുഞ്ഞമ്മ കമൻറ്റ് ബോക്സ് കൊണ്ടുപോയി. കുഞ്ഞമ്മയെ വ്ളോഗിന് വെയിറ്റിംഗ് ആയിരുന്നു. ഇഷാനി കുഞ്ഞമ്മ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇങ്ങനെ കുഞ്ഞമ്മ എന്ന് പറഞ്ഞിങ്ങനെ നിറയെ. അപ്പോഴാണ് ഞാൻ ഇതെന്താ സാധനം, കുഞ്ഞമ്മ എന്താ സാധനം എന്ന് മനസ്സിലാവാണ്ട് ഞാൻ നോക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കുറച്ച് വീഡിയോസ് കാണുന്നതും പിന്നെ ഞാൻ Q&A കേട്ടതും. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാനാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ ആ Q&Aയിൽ എനിക്ക് അല്ലെങ്കിൽ എന്നെ പേഴ്സണലി സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു 2 പീസ് മാത്രം എടുത്തിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് ആ പീസിലോട്ട് പോകാം. പലരും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, വൈ ഇസ് ദിസ് ഈവൻ എ ക്വസ്റ്റ്യൻ? എൻ്റെ ആണോ അമ്മൂൻ്റെ ആണോ? അത് ഞാനും അമ്മും തമ്മിൽ 5 വയസ്സ് വ്യത്യാസമുണ്ട്. വാട്ട് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ. അതിന് അമ്മു കല്യാണം കഴിക്കത്തേ ഇല്ല എന്നുള്ളൊരു ഡൗട്ട് കാരണം ചോദിച്ചതാണെന്ന് പറഞ്ഞു. അമ്മൂൻ്റെ അതേ മൈൻഡ് സെറ്റാണ് എനിക്കും. അമ്മൂന് ഇപ്പോൾ 29 വരെ ഞാനും ചിന്തിക്കുന്ന പോലും ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് 29 ആകുമ്പോൾ അമ്മൂന് 34 ആവും. അതുകൊണ്ട് അമ്മൂന് കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അമ്മു അതിന് മുന്നേ കല്യാണം കഴിക്കും. സോ ഒബ്വിയസ്ലി ഇഫ് എനി ഓഫ് us ആർ ഗെറ്റിംഗ് മാരിഡ്, ഒബ്വിയസ്ലി ഗോയിങ് ടു ബി അമ്മു. ഞാൻ എവിടെ കിടക്കുന്നത്? എനിക്കിപ്പോൾ 24 വയസ്സായിട്ടേ ഉള്ളൂ. അടുത്തൊരു 4-5 വർഷം നിങ്ങളൊന്നും ആലോചിക്കേ വേണ്ട, മാറണം. ബട്ട് ഇതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഇതാ. നമ്മളുടെ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ വൈ ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യം ഇതാണ്. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ അയൽവാസികൾ, എൻ്റെ കുടുംബക്കാർ, എൻ്റെ ജോലി സ്ഥലത്തുള്ള ആൾക്കാർ, എൻ്റെ ക്ലയൻറ്റ്, അല്ലെ ബസ്സിൽ കാണുന്ന ആൾക്കാർ, ഓട്ടോയിൽ കാണുന്ന ആൾക്കാർ വരെ മോളെ പേരെന്താ, വയസ്സെന്താ, എവിടെയാണ് ജോലി എന്ന് ചോദിച്ചാൽ അടുത്ത ചോദ്യം കഴിച്ചില്ലേ? അതെന്താ? സോ അതുപോലെ ഇഷാനിക്ക് വന്നൊരു ചോദ്യമാണ് ഹൂ ഈസ് നെക്സ്റ്റ്. കാരണം 4 സിസ്റ്റേഴ്സ് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നൊരു ചോദ്യമാണ് ഹൂ ഈസ് നെക്സ്റ്റ്. ഇഷാനി ഭയങ്കര അതിൽ കുറച്ചൊക്കെ പറയുന്ന ഉത്തരം വളരെ പീസ്ഫുള്ളി ആണെങ്കിലും ഒരു കൈൻഡ് ഓഫ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മേ ബി ഒരു ഇറിറ്റേറ്റഡ് ആയ രീതിയിലൊരു ചോദ്യം തോന്നും. ഓഫ് കോഴ്സ് ഇറിറ്റേറ്റഡ് ആയിട്ടായിരിക്കാം ആൾ പറഞ്ഞത്. കാരണം ആളേക്കാൾ മൂത്ത ചേച്ചിയുണ്ട്, ദിയേനേക്കാൾ മൂത്ത ആഹാരമുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും കല്യാണം എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അപ്പോൾ അഹാനെ കെട്ടിയിട്ട് ദിയ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിയ മേലോട്ട് നോക്കിക്കേണ്ടി വരും. അപ്പോൾ ദിയയ്ക്ക് കല്യാണം കഴിക്കണം, ദിയ കല്യാണം കഴിക്കട്ടെ, ഞാനത് കഴിഞ്ഞിട്ടാണ് നോക്കുന്നത്. നമ്മൾ ഒരാളുടെ ഞാൻ പറയട്ടെ, എത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആണ് ഈ ചോദ്യം എന്നുള്ളത് ഈ ചോദിക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് അറിയില്ല. സത്യസന്ധമായി പറയാം, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇറിറ്റേഷൻ തോന്നുന്നൊരു ചോദ്യം അത്. എവിടെ പോയാലും എന്താക്കിയാലും ഈ ഒരു ചോദ്യമേ. പണ്ട് ഏതോ ഒരു സിനിമയിൽ കളിയാക്കിയൊരു സാധനമുണ്ട്. പഠിച്ചുകൊണ്ട് വെക്കുമ്പം 10ൽ എത്ര മാർക്ക്, 10 കിട്ടിയാൽ +2 എന്താണ്, +2 കിട്ടിയാൽ ഡിഗ്രി എന്താണ്, ഡിഗ്രി കഴിഞ്ഞാൽ PG കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ കെട്ട് കഴിഞ്ഞാൽ കുട്ടി കഴിഞ്ഞാൽ കുട്ടീൻ്റെ പഠിത്തം. ഇതാണ് നമ്മുടെ ഈ ഒരു സാധനം എന്ന് പറയുന്നത്.
അപ്പോൾ ദ വേ ഷീ റിയാക്റ്റഡ് ടു ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് ഇനി എത്ര അഹങ്കാരമാണോ ഇതാന്ന് പറഞ്ഞിട്ടോ കാര്യമല്ല. ഓരോരുത്തരുടെ കല്യാണം അവരുടെ ഒരു പേഴ്സണൽ ഇഷ്ടമാണ്. അവർക്ക് എപ്പോഴാണോ കല്യാണം കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ അവർ കല്യാണം കഴിച്ചോളും. നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി ഇൻ്റർഫിയർ ചെയ്ത് നിങ്ങൾ കെട്ടുന്നില്ലേ, കെട്ടാനായില്ലേ, പ്രായമായില്ലേ, ചെക്കനെ കിട്ടിയില്ലേ, കണ്ടില്ലേ, ഓ എന്താ ഇത്ര വലിയ പ്രശ്നം എന്ന് എനിക്കറിയില്ല. സോ ഐ ലവ് ദിസ്. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം ഞാൻ അധികം പേര് പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ ഒരു സാധനം ഞാൻ പറയണമെന്ന് തോന്നി. അറ്റ്ലീസ്റ്റ് വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഈ ഒരു വെറുപ്പിക്കൽ സ്വഭാവം ഉണ്ട്, അവർ നന്നായാലോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ മെയിൻ സാധനം കുഞ്ഞമ്മ സാധനം. അതെന്താന്നുള്ളത് നോക്കി നോക്കട്ടെ. 14th question. What do you want Ozzy's baby to call you? എനിക്ക് എന്നെ കുഞ്ഞമ്മാന്നോ ചിറ്റാന്നൊക്കെ വിളിച്ചാണല്ലോ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞമ്മ. കുറേ മണിക്കൂറുകളായി നീണ്ടുകൊണ്ടിരുന്ന കുഞ്ഞമ്മ കോളിന് ഒരു കൺക്ലൂഷൻ വന്നിരിക്കുകയാണ്. കാരണം ഞാനും ആ പീസ് തിരഞ്ഞ് ഞാൻ ആ ഫുൾ Q&A ഇരുന്ന് കാണേണ്ടി വന്നു, എന്താണ് സാധനം. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരാൾ ചോദിച്ചു ഓസിയുടെ മോള് എന്ത് വിളിക്കണം എന്നാണ് ഇഷാനിയുടെ ആഗ്രഹം എന്ന്. അപ്പോൾ ഇഷാനി പറഞ്ഞൊരു സാധനമാണ്, എന്താണ്, എന്നെ കുഞ്ഞമ്മ എന്ന് വിളിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല, എന്നെ കുറച്ചും കൂടെ നല്ലത് ഇഷാനി ഓർ ഇഷ് എന്ന് വിളിക്കുന്നതാണ്, ഞാൻ അതിലാണ് കുറച്ചും കൂടെ കംഫോർട്ടബിൾ എന്ന്. എന്ത് തെറ്റാ അതിലുള്ള? സത്യസന്ധമായി പറഞ്ഞ എനിക്ക് എന്ത് തെറ്റാ ഉള്ളത്? അത് ഓരോ വ്യക്തികളുടെ ഇഷ്ടമല്ലേ. ചില ആൾക്കാർക്ക് ബാൻറ്റീന്നോ അല്ലെങ്കിൽ ചെറിയമ്മ എന്നൊക്കെ വിളിക്കുന്ന ഇഷ്ടമായിരിക്കും, ചില ആൾക്കാർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല. അതിനിപ്പോൾ ഇത്രമാത്രം പറയാൻ എന്താണ്, അല്ലെങ്കിൽ കമൻറ്റിൽ ഇത്രത്തോളം വലിച്ചു വാരി പറയുന്നത് എന്തുകൊണ്ടാണ്? സത്യസന്ധമായി പറയാൻ എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇപ്പം എന്നോട് ചോദിക്കുക, അവിടെ ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയുന്ന ഒരു കാര്യം എന്താ, ഞാൻ കുറച്ചും കൂടെ കംഫോർട്ടബിൾ എന്നെ വല്ല ചേച്ചി എന്ന് വിളിക്കുന്നതായിരിക്കും എന്നായിരിക്കും ഞാൻ പറയാം. ഇപ്പം എൻ്റെ കസിൻസ് തന്നെ, എനിക്കൊരു ചെറിയ മോളുണ്ട്, ലിച്ചുമോൾ എന്ന് വെച്ചാൽ എൻ്റെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ, ഞാൻ ഈ വ്ളോഗിലിട്ടില്ല, ബ്രദറിൻ്റെ മോൻ്റെ മോളാണ്. അപ്പോൾ അവൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് ചിക്കു എന്ന് വിളിക്കും, ഇടയ്ക്ക് ചിക്കു ചേച്ചി എന്നൊക്കെ വിളിക്കും, അവൾക്ക് തോന്നുന്നത് പോലെയാണ്. അപ്പം ഇടയ്ക്ക് ചിക്കു ചേച്ചി എന്ന് വിളിക്കുന്ന സമയത്ത് നമ്മളുടെ കസിൻസിൻ്റെ ഇടയിലുള്ള ആൾക്കാരോട് ഇവള് നിങ്ങൾക്ക് ചേച്ചിയൊന്നുമല്ല, എന്താണ് ചിറ്റ വിളിക്കുന്നു, അല്ല ആൻറ്റി എന്ന് വിളിക്കുക, എന്താ ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങനെ എന്തോ വിളിക്കാൻ പറയും. അപ്പം ഞാൻ പറയും അതൊന്നും വേണ്ട, ഓൾ എന്നെ ചേച്ചി എന്ന് വിളിച്ചോട്ടെ, അത് മതി. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർ, നിങ്ങൾ ആരോട് വേണമെന്ന് ചോദിച്ചു നോക്കുക, അവരെല്ലാവരും ഒന്നും ഈ വിളി എൻജോയ് ചെയ്യുന്നില്ല. അപ്പോൾ പുള്ളിക്കാരിനോട് ചോദിച്ച Q&Aയിൽ പുള്ളിക്കാരി പറഞ്ഞ ഒരു റിപ്ലൈ ഇതാണ്, എനിക്കെന്തോ അതിനോട് താല്പര്യമില്ല, എനിക്ക് എന്നെ ഇങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം എന്ന്. കാരണം നമ്മളൊരാൾ ആൻറ്റീന്നോ അല്ലെ ചിറ്റാന്നോ അല്ലെ മേമേന്നോ വിളിക്കുമ്പോൾ നമുക്ക് തന്നെ നമുക്കൊരു പ്രായമായതുപോലെ തോന്നും. നമുക്ക് എത്രയൊക്കെ പ്രായമായിട്ടുണ്ടെങ്കിലും എല്ലാവരും ആഗ്രഹിക്കും ഇപ്പോഴും കുട്ടിയായി നിൽക്കാനാണ്. ഞാനതാണ് ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ ജോലി ചെയ്യാനൊക്കെ തുടങ്ങി എനിക്ക് 26 വയസ്സായിട്ടുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം ഇപ്പോഴും ഇങ്ങനെ ചെറിയ മക്കളെ പോലെ ഇങ്ങനെ നടക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ ഒരു പെറ്റായി നിൽക്കുക, അല്ലെങ്കിൽ ഒരു കല്യാണമോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന വലിയൊരു സ്റ്റേജിനെ കുറിച്ചിട്ടൊന്നും ഞാൻ തിങ്ക് ചെയ്യുന്നില്ല. കാരണം എനിക്കറിയാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്, അത് ലൈഫിൽ വേണ്ട എന്നൊരു ഒപ്പീനിയൻ അല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും ആ ഒരു ഇഷ്ടം, അത് വളരെ ഇന്നസെൻ്റ് ആയിട്ട് ആൾ അതിൽ കൺവേ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഇത്രമാത്രം കമൻറ്റുകൾ ഇട്ട് പറയേണ്ട ആവശ്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ വന്ന എന്നെ ആരെയും ചീത്ത പറയുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അതിലൊരു തെറ്റുള്ളതുപോലെ തോന്നിയില്ല. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന വലിയൊരു ഗ്യാപ്പ് തന്നെയാണ്. ഇപ്പം ഞാൻ പറയും, ഞങ്ങളിപ്പോൾ 90s വൈബിൽ നിൽക്കുന്ന ആളാണ് ഞാൻ 90sലാണ് വരുന്നത്. ഇപ്പോൾ 20s വൈബിലുള്ള കുട്ടികൾ ചെയ്യുന്ന പല കാര്യങ്ങളും കാണുന്ന സമയത്ത് ഞാനിങ്ങനെ അന്തം വിട്ടു പോയിട്ടുണ്ട്. അല്ലെ അവർക്ക് ഞാൻ കൊടുക്കുന്ന ചില റിപ്ലൈസ്, ഇപ്പം എൻ്റെ കീഴിൽ ട്രെയിനിങ്ങിന് പിള്ളേർ വരും, അല്ലെങ്കിൽ എനിക്ക് ക്ലയൻസ് ഈ 20sലുള്ള ആൾക്കാർ വരും, അവർക്ക് ഞാൻ കൊടുക്കുന്ന ചില റിപ്ലൈ കേൾക്കുന്ന സമയത്ത് അവരെന്നോട് പറയും തള്ള വൈബ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അന്നേരം ഒരു 80s 70sലുള്ള ആൾക്കാർ അവരുടെ ഒപ്പീനിയൻ പറയുന്ന സമയത്ത് ഈ 90sലുള്ള ഞാൻ ഇതെന്ത് എന്ന് തോന്നിയിട്ടുണ്ട്. ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെ കോൺസെപ്റ്റും ഐഡിയോളജിയും ഒക്കെ മാറും. അപ്പം ഇതിനത്ര രീതിയിൽ കണ്ടാൽ മതി. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ ആ രീതിയിൽ വിളിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങളങ്ങനെ വിളിച്ചോട്ടെ. വിളിക്കാൻ ഇഷ്ടമല്ല ആൾക്കാരെ അങ്ങനെ വിളിക്കണ്ട, അത്രയല്ലേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ ഒരു കുഞ്ഞു കാര്യത്തിന് ഇത്രമാത്രം കമൻറ്റിൽ കൂടെ ചീത്ത പറയാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് വീഡിയോൻ്റെ താഴെ വന്ന കുറച്ച് കമൻസും കൂടെ ഒന്ന് നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഭയങ്കരം കമൻസാണ് അതിലുള്ളത്. അത് ഫുള്ള് വായിക്കാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് വലിയൊരു സീരിയൽ തന്നെ ആക്കാം. ഞാൻ കുറച്ചൊരു റാൻഡംലി ഒരു 5-6 പിക്ക് ചെയ്തു എന്നേ ഉള്ളൂ. നല്ല ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ്, നമിച്ചു മോളെ, നിനക്ക് മക്കളുണ്ടാവുമ്പോൾ നീ കുട്ടികളോട് ഇഷ്മോൾ എന്ന് വിളിക്കാൻ പറ.
അടുത്തത്, അഹങ്കാരിയാണെന്ന് അറിയാമായിരുന്നു, മണ്ടിയാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഇനിയും അബദ്ധത്തിൽ പോലും ഇയാളുടെ ഒരു വീഡിയോയും കാണാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ അമ്മ ഇങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ നീ അവരെ അമ്മ എന്ന് വിളിക്കുമായിരുന്നു. കഷ്ടം തന്നെ. ഈ Q&A ചെയ്തതോടെ ഉള്ള ഇഷ്ടം പോയി. ഇത്രയ്ക്ക് അഹംഭാവവും അഹങ്കാരവും ഉള്ള ആളാണെന്ന് മനസ്സിലായി. മറ്റു 3 പേരിലും ഇത് കണ്ടിട്ടില്ല. സ്റ്റാൻഡേർഡായി മണ്ടത്തരം പറയാനും വേണം ഒരു കഴിവ്. കേരളം ഇങ്ങനെ ആ വീഡിയോൻ്റെ താഴെ ഫുള്ള് കമൻറ്റാണ്. കമൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കുഞ്ഞമ്മ വേർഡെന്ന് പോയൊരു കമൻറ്റാണ്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോ വ്യക്തികളുടെ ഇഷ്ടങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് അതാണ് ആഗ്രഹം, അവരതാണ് ഇഷ്ടം എങ്കിൽ അതിനെ അങ്ങനെയൊക്കെ കണ്ടാൽ മതി. ഇത്രമാത്രം ഒരു വലിയ ടോപ്പിക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് എത്രയോ ആൾക്കാർ പേര് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഡിപ്പെൻഡ് ഓൺ ദ പേഴ്സണാണ്. ഇപ്പം എൻ്റെ ക്ലയൻസ് തന്നെ മാം എന്ന് വിളിക്കുന്നവരുണ്ട്, മാം എന്ന് വിളിക്കാത്തവരുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ഒരാളുടെ അടുത്ത് തന്നെ മാം എന്ന് വിളിക്കണമെന്ന് കമ്പൽ ചെയ്തിട്ടില്ല. അമിയ എന്ന് വിളിക്കുന്നവരുണ്ട്, മാം എന്ന് വിളിക്കുന്നവരുണ്ട്, ടീച്ചർ എന്ന് വിളിക്കുന്നവരുണ്ട്. ദർ ഇസ് നത്തിങ്. ഇതിപ്പോൾ ഇത്രമാത്രം ആക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ കുഞ്ഞമ്മ വിളി പോയ വഴി ഒന്ന് പോയി നോക്കിയതാണ്. ഇതാണ് വഴി എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. സോ അത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.